പ്രിയപ്പെട്ടവരെ നമസ്കാരം. ചേസ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു മലയാളി അവന് മുന്നിൽ ഒന്നിലധികം വിദേശ ബ്രാൻഡുകൾ ലഭ്യമാണ് എങ്കിൽ പോലും അവിടെ അവന് ഒരു കുപ്പി നാടൻ കള്ള് ലഭിക്കുമെങ്കിൽ അവൻ ഒരുപക്ഷെ ആദ്യം എടുക്കുന്നത് ആ നാടൻ കള്ളു തന്നെയായിരിക്കും. പറഞ്ഞു വരുന്നത് പാലക്കാട് നിന്ന് വണ്ടി കയറി വരുന്ന കള്ളിനെ പറ്റിയല്ല, നല്ല നാടൻ തെങ്ങിൻ കള്ള്. നല്ല നാടൻ കള്ള് നിർമ്മിക്കുന്ന രസകരമായ രീതികളെ പറ്റിയും അതിന്റെ പിന്നിൽ കുറച്ച് മനുഷ്യരുടെ കഠിനാധ്വാനത്തിന്റെയും കഥയാണ് നമ്മുടെ ഈ വീഡിയോ. ഇദ്ദേഹം വത്സൻ നമുക്ക് വേണ്ടി കാര്യങ്ങൾ വിശദീകരിച്ച് തരുന്നതിൽ ഒരാളാണ്. കാഴ്ചകൾക്ക് മുൻപ് ഒരു കാര്യം പറയാൻ മറന്നു. ചേസ് ചാനൽ ഒരിക്കലും മദ്യത്തെയോ മദ്യപാനത്തെയോ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഞങ്ങൾ ഈ വീഡിയോയിലൂടെ കള്ളുചെത്ത് എന്ന പരമ്പരാഗത വ്യവസായത്തെക്കുറിച്ചും അത് ചെയ്യുന്ന തൊഴിലാളികളുടെ കഠിനാധ്വാനത്തെക്കുറിച്ചുമുള്ള കാഴ്ചയാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. മദ്യത്തെയോ മദ്യപാനത്തെയോ പ്രോത്സാഹിപ്പിക്കുകയല്ല, മറിച്ച് നമ്മുടെ നാടിൻ്റെ ഒരു തൊഴിൽ സംസ്കാരത്തെ അടയാളപ്പെടുത്തുക മാത്രമാണ് ഇതിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ദയവായി ഇതൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയി മാത്രം കാണുക. പെരുമഴയായാലും വെയിലായാലും ദിവസവും രാവിലെ ഏകദേശം 6 മണിക്കെങ്കിലും ഒരു ചെത്തുകാരൻ്റെ ജോലി ആരംഭിച്ചിരിക്കണം. സാധാരണ നമ്മളൊക്കെ ചെയ്യുന്ന പോലെ പകരം ഒരാളെ ഏർപ്പാടാക്കി ലീവ് എടുക്കുന്ന പരിപാടി ഇവിടെ നടപ്പില്ല. കാരണം ഈ പണിക്ക് മറ്റൊരാളെ കിട്ടാനില്ല എന്നുള്ളത് തന്നെ. ഇത്രയും ഉയരമുള്ള 4 or 5 തെങ്ങിൽ, അതും ദിവസം 3 പ്രാവശ്യം, ഇപ്പോൾ അത് 2 പ്രാവശ്യമാണ്. എങ്കിൽ പോലും അതത്ര എളുപ്പമല്ല, കൈവിട്ട കളിയാണ്. അതുകൊണ്ട് തന്നെ ഈ പണിക്ക് പുതിയ ചെറുപ്പക്കാരൊന്നും വരുന്നില്ല എന്ന് തന്നെ പറയാം. 60 മുതൽ 80 വരെ അടിയോളം ഉയരമുള്ള ഇത്തരം തെങ്ങിനു മുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനും ജോലി ചെയ്യുവാനും അസാമാന്യ ധൈര്യം തന്നെ വേണം. ഇത്രയും മുകളിൽ നിന്ന് നോക്കിയാൽ കാണുന്ന പ്രകൃതി ഭംഗിയെ പറ്റിയൊക്കെ പറയാമെങ്കിൽ പോലും ജീവിക്കാൻ വേണ്ടി അവരെടുക്കുന്ന റിസ്ക് കുറച്ചധികം വലുതാണ്. ഓരോ തെങ്ങിൽ നിന്നും ചിലപ്പോൾ കിലോമീറ്ററുകൾ അകലെയാണ് കയറാനുള്ള അടുത്ത തെങ്ങ്. ഇനി അടുത്ത തെങ്ങിന്റെ ഊഴം. മഴക്കാലമായതിനാൽ നല്ല വഴുക്കലും ഉണ്ട്. തെങ്ങിനു മുകളിലെത്തി നിലയുറപ്പിച്ചാൽ ആദ്യം ചെയ്യുന്നത് കള്ള് ശേഖരിക്കാൻ ആവശ്യമായ കന്നാസ് ഭദ്രമായി വയ്ക്കുക. ഈ പ്രദേശങ്ങളിൽ കുരങ്ങിന്റെ ശല്യം കൂടുതലുള്ളതിനാൽ മാട്ടം രാത്രിയിൽ ചാക്കും വലയും ഉപയോഗിച്ച് മൂടിയിട്ടാണ് സൂക്ഷിക്കുന്നത്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ കുരങ്ങു വന്ന് കുടവ് നശിപ്പിച്ച് കള്ളും കുടിച്ചു പോവുകയാണ് പതിവ്. ഇനി കൊണ്ടുവന്ന കന്നാസിലേക്ക് രാത്രി മുഴുവൻ ഊറി വരുന്ന കള്ളിനെ ശേഖരിക്കലാണ്. ഇനി അടുത്ത ചൊട്ടയുടെയും കുടത്തിന്റെയും ചാക്കും മൂടിയും മാറ്റി സ്വതന്ത്രമാക്കുകയാണ്. ഒരു തെങ്ങിൽ നിന്ന് 3 ലിറ്റർ മുതൽ 15 ലിറ്റർ വരെ കള്ള് ലഭിക്കാറുണ്ട്. കള്ളെടുത്ത ശേഷം കുടം വെക്കുന്നതിൽ പോലും ശ്രദ്ധ വേണം. സൂക്ഷിച്ചില്ലെങ്കിൽ മൺകുടമാണ് പൊട്ടാനിടയുണ്ട്. ഇനി കയ്യിൽ കരുതിയിരിക്കുന്ന ചെളി ചൊട്ടയിലേക്ക് തേക്കുകയാണ്. ശേഷം ചൊട്ടയുടെ മുകൾ ഭാഗം കുരുത്തോല ഉപയോഗിച്ച് നന്നായി മുറുക്കി കെട്ടുന്നു. കൂടാതെ ചെത്തുകത്തിയുടെ മൂട് കൊണ്ട് 2 തട്ടും. ഇനി വളരെ ചെറിയ കനത്തിൽ ചൊട്ടയുടെ ഒരു ചെറിയ ഭാഗം ചെത്തിക്കളയുന്നു. ഒരിക്കൽ കൂടി ചൊട്ടയ്ക്ക് മുകളിൽ ചെളി തേച്ച് മിനുസപ്പെടുത്തുന്നു. ഒരു ചെറിയ ഓലക്കഷ്ണം പാത്തി പോലെ വെച്ച് കള്ളിന്റെ വീഴ്ച സുഗമമാക്കുന്നു. ഇനി കള്ള് വീഴുവാനുള്ള കുടം വയ്ക്കാം. ഈ കുടത്തിലാണ് ചൊട്ടയിൽ നിന്ന് വീഴുന്ന കള്ള് ശേഖരിക്കപ്പെടുന്നത്. ഓരോ മാട്ടവും ഇതുപോലെ ചെത്തി വൃത്തിയാക്കി ചാക്കിട്ട് മൂടി നന്നായി കെട്ടിവെക്കണം. ഇനി കള്ള് ശേഖരിച്ച കന്നാസ് ചേത്ത് കത്തിയോടൊപ്പം തൂക്കിയിട്ട് തെങ്ങിൽ നിന്ന് താഴേക്ക് ഇറങ്ങാം. ഈ ജോലിയിലെ ഏറ്റവും റിസ്ക് ഉള്ള ഏരിയ ഇതാണ്. അടിപ്പട്ടയോടൊപ്പം സൂക്ഷിച്ചു വേണം നിലത്തേക്ക് ഇറങ്ങാൻ. ഓരോ തെങ്ങിൽ നിന്നും ശേഖരിക്കുന്ന കള്ള് മറ്റൊരു കന്നാസിലേക്ക് പകർത്തുകയാണ്. ഇനി അടുത്ത തെങ്ങിന്റെ അടുത്തേക്കുള്ള യാത്ര. അടുത്ത തെങ്ങിലും ഇതുപോലെ ശേഖരിച്ച കള്ള് പകർത്തിയെടുക്കുന്നു. പക്ഷെ ഇവിടെ ഒരു കാഴ്ച കൂടിയുണ്ട്. നന്നായി കള്ള് ലഭിക്കുവാൻ ചൊട്ട ചെത്തിയാൽ മാത്രം പോരാ, ചൊട്ടയെ നന്നായി തല്ലി പദം വരുത്തുക കൂടി വേണം. അതിനു വേണ്ടിയിട്ടാണ് ഈ എല്ലുകൊണ്ടുള്ള ഈ തലോടൽ അതോ തല്ലലോ.
തല്ലു മാത്രമല്ല കേട്ടോ, തലോടലും ഉണ്ട്. ഓരോ ചെത്തുകാരനും ശേഖരിക്കുന്ന കള്ള് ഏറ്റവും അടുത്ത കള്ളുഷാപ്പിൽ അളക്കുകയാണ് പതിവ്. അവിടെ നിന്നാണ് നമുക്ക് വാങ്ങുവാൻ സാധിക്കുന്നത്. ദിവസവും 2 നേരമാണ് ഒരു തെങ്ങിൽ കയറി പരിപാലനം ചെയ്യേണ്ടത്. രാവിലത്തെ കണ്ടു കഴിഞ്ഞ സ്ഥിതിക്ക് വൈകുന്നേരങ്ങളിൽ എന്താണ് ഇവർ ചെയ്യുന്നത് എന്ന് നോക്കാം. ആ കാഴ്ചകൾ കാണുവാൻ നമുക്ക് ഉദയൻ ചേട്ടന്റെ ഒപ്പം കൂടാം. അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിന് സമീപമാണ് അദ്ദേഹത്തിന്റെ തെങ്ങുകൾ. അവർ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഒന്ന് പരിചയപ്പെട്ടാലോ? പിള്ളക്കത്തി ഓല മുറിക്കാനും തെങ്ങുമ്പോൾ കയറി ചെല്ലുമ്പോൾ തെങ്ങ് വെടുപ്പാക്കാനും കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന കത്തിയാണ്. ഓക്കെ, വേറെ എന്തൊക്കെയാണ് നമ്മുടെ ആയുധങ്ങൾ? വേറെ ഉള്ളത് ചെത്തണ കത്തി, കൊല ചെത്തുന്നത്. ഇതാണ് കൊല ചെത്തുന്ന കത്തിയിലെ ഷാർപ്പ് മൂർച്ചയാണ്. ഷാർപ്പ് മൂർച്ച തൊട്ട് കഴിഞ്ഞാൽ തല ഇപ്പോൾ പോയി നോക്കിയാൽ മതി. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കല്ല് വീഴില്ല. അത്ര നൈസായിട്ടാണ് അതിൻ്റെ പീസ് ചെത്തിയെടുക്കുന്നത്. ബ്ലേഡ് കനമല്ലേ? മറ്റെന്തൊക്കെയാ ഈ ചെളി? അതെന്താ ശരിക്കും സാധനം? ചെളി എന്ന് പറയുന്നത് ഞങ്ങൾ ഈ മതിലകത്ത് നിന്ന് മേടിക്കുന്നതാണ് ഈ സാധനം. മതിലകത്തൊക്കെയാണ് കിട്ടണം. അത് അഴിമുഖത്തുള്ള ചെളി എന്നാണ് പറയുന്നത്. അഴിമുഖത്തുനിന്ന് വരുന്ന സാധനമല്ലേ? അതാണ് ആ ചൊട്ടയമ തേക്കണത് അല്ലേ? കൊലമ തേക്കണത് ചെത്തി കഴിഞ്ഞിട്ട് കള്ളൊന്നും ഇറങ്ങി പോവാതിരിക്കാനും. ഒരു സീലായിട്ട് വർക്ക് ചെയ്യും അതിൻ്റെ മുകളിൽ. ഓക്കെ, അത്രയാണ് നമ്മുടെ. പിന്നെ കയറാൻ ഉപയോഗിക്കുന്ന കയറ് നമ്മൾ ഇത്തിരി സേഫ്റ്റിയാണ് ഈ സാധനം. ഈ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് കയറാനായി എല്ലാത്തിനും ഒരു ചവിട്ടിനോ എന്തെങ്കിലും മറ്റ് സേഫ്റ്റി സാധനങ്ങളൊന്നും ഇല്ല. ഇതാണ് മെയിൻ സേഫ്റ്റി ബെൽറ്റ്. മെയിൻ സേഫ്റ്റി. ഓക്കെ ഓക്കെ. ആ കൊല തല്ലാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമല്ലേ? എന്താ അതിൻ്റെ പേര്? അത് കൊലമുട്ട് എന്ന് പറയും. കൊലമുട്ട്. ഇതാണ് സാധനം. ശരിക്കും എല്ലല്ലേ ഇത്? എല്ലാണ് ഇത്. കാളയുടെ എല്ലാം ഇതാണ്. ഇതിനകത്ത് എന്തെങ്കിലും നിറച്ചിട്ടുണ്ടോ? ഇതിനകത്ത് ഈയം നിറച്ചിട്ടുണ്ട്. വെയിറ്റ് ഉള്ള സാധനമാണ്. വെയിറ്റ് ഉണ്ട്. ഇത് കൊല തല്ലി പരുവപ്പെടുത്താനായിട്ട് പുതിയൊരു കൊല പിടിച്ച് ഇതുകൊണ്ട് തല്ലി ഒരു 15 ദിവസം തന്നെങ്കിലും തല്ലിയതിന് ശേഷം വരുത്തുമ്പോഴേക്കും നമുക്ക് കള്ളം ഒക്കെ ആവും. ഓക്കെ ഓക്കെ ഓക്കെ. ഇതാണ് നമുക്ക് കത്തി താക്കാൻ എടുക്കുന്ന കല്ല്, വെള്ളാറ കല്ലെന്ന് പറയും. അതായത് ഇതിൻ്റെ പൊടി തട്ടി എടുത്തിട്ട് വേണം കത്തി തേക്കാനായിട്ട്. ആ കത്തി ഇതുകൊണ്ട് തേച്ച് നല്ല മൂർച്ച വരുത്തണം. എല്ലാ ദിവസവും ഇതിങ്ങനെ മൂർച്ച കൂട്ടി വെക്കണം അല്ലേ? എല്ലാ നേരവും ചെത്താൻ പോകുമ്പോൾ ഇതേമാതിരി 2 നേരവും ചെത്താൻ ഇങ്ങനെ മൂർച്ച കൂട്ടണം അല്ലേ? നല്ല പളവളാന്ന് തിളങ്ങണം. തുരുമ്പിൻ്റെ കറയോ കാര്യങ്ങളുണ്ടായാൽ കല്ലിൻ്റെ ടേസ്റ്റ് മാറും. ഓക്കെ. വനാതിർത്തിയോട് ചേർന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ തെങ്ങുകൾ അധികവും. അതുകൊണ്ട് തന്നെ പലപ്പോഴും വന്യമൃഗങ്ങളുടെ മുന്നിലും ചെന്ന് വെട്ടിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയാറ്. പക്ഷെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ ഇതുപോലെ കിട്ടുവാണ്. അങ്ങനെ നമ്മൾ ഇവിടെ ഉദയൻ ചേട്ടനൊപ്പം തെങ്ങിന് മുകളിലേക്ക് എത്തി. ഇവിടെയും കുരങ്ങന്മാരുടെ ശല്യം രൂക്ഷമായതിനാൽ തെങ്ങിൻ കുലയും കുടവും എല്ലാം വലയും ചാക്കുമെല്ലാം കെട്ടി ഭദ്രമാക്കിയിട്ട് വേണം തിരിച്ചിറങ്ങുവാൻ. കുരങ്ങെടുത്ത് കുടിച്ചു പോകാതിരിക്കാൻ പലപ്പോഴും അവർക്ക് പകർത്തി വെക്കേണ്ടിയും വരാറുണ്ട്. രാവിലത്തേതുപോലെ തന്നെ ചൊട്ട വൃത്തിയാക്കി ചെളി തേച്ചു പിടിപ്പിക്കലാണ് ആദ്യത്തെ പണി. എന്നിട്ട് ഒരു ഓലക്കീറുകൊണ്ട് നന്നായി മുറുക്കി കിട്ടും. എന്നിട്ട് ചെത്ത് കത്തിയുടെ മൂട് കൊണ്ട് 2 കൊട്ടും. പിന്നീട് ചൊട്ടയുടെ ഒരൽപ്പം ചെത്തിക്കളയലാണ്. നിങ്ങൾ ഇതുവരെ തെങ്ങിൽ നിന്ന് നല്ല ശുദ്ധമായ കള്ള് ഊറി വരുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇതാ കണ്ടോളൂ. പണിയെല്ലാം തീർത്ത്
മാട്ടത്തിനു മുകളിൽ ചാക്കും വലയും എല്ലാം കെട്ടി വീണ്ടും താഴേക്ക്. ശരിക്കും റിസ്ക്കുള്ള ജോലിയാണ് എങ്കിൽ പോലും ഒരു തെങ്ങിനു മുകളിൽ നിന്ന് നോക്കിയാൽ ഒരു പഞ്ചായത്തിന്റെ പകുതി ഭാഗം കാണാം. ഇവിടെ അതിരപ്പിള്ളി പഞ്ചായത്തിന്റെ പകുതിയോളം നിങ്ങൾക്ക് ഇവിടെ കാണാം. ശരിക്കും ഒരു വനപ്രദേശം തന്നെയാണിത്. പലപ്പോഴും വന്യജീവികളുടെ, പ്രത്യേകിച്ച് ആനയുടെ സാന്നിധ്യം വളരെ കൂടുതലുള്ള പ്രദേശം കൂടിയാണിത്. ഇവിടെയുള്ള ഭൂരിപക്ഷം തെങ്ങുകളും ആനയുടെ ആക്രമണത്തിൽ നശിച്ചു കഴിഞ്ഞു. അടുത്ത തെങ്ങിലേക്ക് പോകുന്ന വഴി ഇതാ രസകരമായ മറ്റൊരു വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകൾ. ഇതൊരു സാധാരണ തൊഴിലല്ല. സ്വന്തം കുടുംബത്തിന്റെ സുരക്ഷിതത്വത്തിനു വേണ്ടി സ്വന്തം സുരക്ഷ മറന്ന് ഓരോ ദിവസവും ഒരു നിശ്ചിത ഉയരത്തിലേക്ക് ജീവൻ പണയം വെച്ചാണ് അവർ കയറുന്നത്. എത്ര കാറ്റായാലും മഴയായാലും ഒരു നിമിഷത്തെ അശ്രദ്ധ മതി വലിയ അപകടങ്ങൾക്ക് വഴിവെച്ചേക്കാം. സുരക്ഷാ സംവിധാനങ്ങളുടെ അപര്യാപ്തതയും വഴുക്കലുള്ള മരങ്ങളും ഈ തൊഴിലിനെ ഏറ്റവും അപകടകരമായ ഒന്നാക്കി മാറ്റുന്നുണ്ട്. എങ്കിലും ആത്മവിശ്വാസത്തോടെ അവർ പുതിയ ഉയരങ്ങളിലേക്ക് കയറി പോവുകയാണ്. ഈ വ്യവസായം വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതക്കുറവ് മുതൽ ഈ തൊഴിലിനോടുള്ള സാമൂഹികമായ കാഴ്ചപ്പാട് വരെ അവരെ വേദനിപ്പിക്കുന്നുണ്ട്. ഈ പാരമ്പര്യ തൊഴിലിനെ നിലനിർത്താൻ ആവശ്യമായ സഹായമോ പ്രോത്സാഹനമോ പലപ്പോഴും ഇവർക്ക് ലഭിക്കുന്നില്ല എന്നത് ദുഃഖകരമാണ്. ഈ തെങ്ങിൽ നിന്ന് ഒരൽപ്പം ഉയർന്നു പൊങ്ങി നോക്കിയാൽ നമുക്ക് ചാലക്കുടി പുഴയെ കാണാം. ജൂൺ ജൂലൈ മാസങ്ങളിൽ നിറഞ്ഞൊഴുകേണ്ട പുഴയാണ്. മഴയുടെ ലഭ്യത കുറവ് മൂലം ഇപ്പോഴും പകുതി പോലും വെള്ളമില്ല. ഇന്നത്തെ തെങ്ങുകയറ്റം മതിയാക്കി ഉദയൻചേട്ടൻ വീട്ടിലേക്ക് മടങ്ങുവാനുള്ള ഒരുക്കത്തിലാണ്. അവധി ദിവസമല്ലാത്തതിനാൽ അതിരപ്പള്ളി റൂട്ടിലും യാത്രക്കാർ ഇന്ന് തീരെ കുറവാണ്. അദ്ദേഹത്തോടൊപ്പം നമ്മളും മടങ്ങുകയാണ്. ഇത് ശരിക്കും ഒരു വനപാതയാണ്. വന്യമൃഗങ്ങളും ആനയും എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം. ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ശ്രമിച്ചത് ഒരു പാരമ്പര്യ തൊഴിലിൻ്റെയും അതിലെ മനുഷ്യരുടെയും കഥയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.